മലയാളികളുടെ നൃത്തപ്രിയത്വത്തിന് മാറ്റുകൂട്ടുന്ന നിങ്ങളുടെ സ്വന്തം ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി ഇതാ ഞങ്ങളിവിടെ ഹാജർ. കാണാൻ റെഡിയാണല്ലോ അല്ലേ? സ്വാഗതം ചെയ്തുകൊള്ളുന്നു നിങ്ങൾ ഓരോരുത്തരെയും. പ്രീമിയർ ജാനുവിലേതാ ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. ഇത് ലെവൽ 3. വളരെ ശക്തമായ കോമ്പറ്റീഷനാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് കാഴ്ചവെക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ 3 റൗണ്ടുകൾ പെർഫോം ചെയ്യാനും അവർ റെഡി. സ്വാഗതം ചെയ്യാം അവരെ വേദിയിലേക്ക്. വെൽക്കം. കൽക്കണ്ട മലയെ ഒറ്റയ്ക്ക് നുണയാൻ അവിടെ ഒരു കൊതിക്കുറുമ്പൻ ഇരിക്കുന്നു. നമ്മുടെ മജ്നു. പറയാൻ കാരണം വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഞാനും സരയും ശ്രുതിയും ചേർന്ന് കളിച്ച ഈ ഡാൻസിന്റെ കൊറിയോഗ്രാഫി ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തത് നമ്മളുടെ സ്വന്തം കണ്ണൻ, നമ്മുടെ സ്വന്തം മജ്നു. ഓക്കെ കണ്ണ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ്, ആ ഒരു പ്രോസസ് എല്ലാം പറയൂ. റിയൽ കണ്ണനാണ് ആ ഷൂട്ടിംഗിൽ. ബിക്കോസ് 150 ഗേൾസ്, ഓൺലി 1 ബോയ്. പക്ഷെ യൂണിറ്റ് ആൾക്കാരും ഉണ്ടായിരുന്നു. കൊറിയോഗ്രാഫറായിട്ട് ഞാൻ മാത്രം, പിന്നെ 30 ഗേൾസ് ഗ്രൂപ്പാണ് അതിന് സോങ്. 3 ഡേയ്സിലെടുത്ത സോങ് ആണ്. ബിക്കോസ് ലോട്ട് ഓഫ് ക്രൗഡ്. പിന്നെ എറണാകുളമിലാണ് ഷൂട്ട് ചെയ്തത്. അത് ഷാഫി സാറിലെ ഡയറക്ടർ. അതിന് താങ്ക് യു സോ മച്ച് ഷാഫി സാർ. അത്രേ ഉള്ളൂ. എന്നാൽ താങ്ക് യു സോ മച്ച്. സൂപ്പർ ആയിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് ഇപ്പോഴും നമ്മൾക്ക് പഠിപ്പിച്ചു വന്നത് അരവിന്ദ് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്വാഗതം മജ്നു, നിങ്ങൾക്ക് സ്വാഗതം ഈ എപ്പിസോഡിലേക്ക്. ഡെഫിനറ്റ്ലി തൊട്ടടുത്തിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ചീഫ് ജൂറി ശ്രീധർ മാസ്റ്റർ ആൻഡ് ഓഫ് കോഴ്സ് റോമിയോ ജൂലിയറ്റ്. ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷന് തുടക്കമിടുന്നത് വൺ ഓഫ് അവർ യങ്ങസ്റ്റ് കണ്ടസ്റ്റൻസ് ആയ നിർമ്മൽ ആൻഡ് ആര്യയാണ്. സ്വാഗതം ചെയ്യുന്നു അവരെ. ഹായ്, ഞങ്ങൾ ഇത്തവണ ശ്രീധർ മാസ്റ്റർ 8th റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. സപ്പോർട്ട് ചെയ്യാൻ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് സോങ്സ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം. നിർമ്മൽ, ആര്യ, ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പെർഫോമൻസ് ആണ്. നല്ലൊരു തുടക്കം എന്ന് നമുക്ക് അനിവാര്യമാണ് അല്ലേ? ഏത് റൗണ്ടാണ് നിങ്ങളുടെ? ശ്രീധർ മാസ്റ്റർ 8. ഒന്ന് അനുഗ്രഹിച്ചേക്കും മാസ്റ്റർ. എന്താ സങ്കടം ചെയ്യാൻ പോണു? ബോസ് സിനിമയിലെ ബൊമ്മലാട്ടം. അലാവുദ്ദീൻ ഫിലിമിലെ കൊയ്യാക്ക. അയ്യോ, ഓക്കെ. അയ്യോ എന്ന് പറഞ്ഞ എന്താ? ഇല്ല, അത് ഫസ്റ്റ് പ്രഭു മാസ്റ്റർക്ക് ഞാൻ കോറിയോഗ്രാഫ് ചെയ്തത്. അത് ഹീറോ ആയിട്ട് ചെയ്തത് പ്രഭുദേവ മാസ്റ്റർ. ആ മൂവിയിൽ ഞാൻ ഫസ്റ്റ് പോയി ബിഫോർ ഡേ റിഹേഴ്സൽ ചെയ്ത് മാസ്റ്റർ ആൾറെഡി ഏതോ പ്ലാൻ ചെയ്ത് പ്രഭുദേവ മാസ്റ്റർ ആ സാങ് ഇങ്ങനെ ചെയ്യാൻ. എന്താ ശ്രീധർ ഏதாவது പ്ലാൻ பண்ணிருக்கீங்களா, இது എന്താണ് ചോദിച്ചത്. ஆமாம் மாஸ்டர்னு சொல்லி நான் ரிகல்சர் அவர் ஷூட் ரூமில் உண்டு. അങ്ങനെ ഒരു ടേപ്പ് റിക്കാർഡിൽ എടുത്ത് ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും ആ മൂവ്മെൻറ്റ് പപ്പറ്റിൽ ടൈപ്പിൽ ചെയ്ത് കാണിച്ചു. മാസ്റ്റർ സിറിച്ച് ഇതേ ചെയ്യാം നന്നായിട്ടുണ്ട്. അവിടെ പോയി അവിടെ ഒരു മരം ഉണ്ട്, ഇവിടെ ഒരു ട്രീ. നല്ല ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത സാങ്. അത് പേര് നല്ല നെയിം കിട്ടി ആ സാങ്. ആസ് ഓൾവേസ് താങ്ക് യു മാസ്റ്റർ. അപ്പോൾ ഇനി പെർഫോമൻസിലേക്ക്. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യണേ. பொம்மலாட்டம் ஆடத்தான் நல்ல பொம்மை கிடைச்சிருக்கு. ஜல்லிக்கட்டு ஆடத்தான் நல்ல காளை கிடைச்சிருக்கே. சாவி கொடுத்தா பொம்மையும் நான் சொன்னதை செஞ்சிடுமா. தண்ணி காட்டுன காளையும் என் சேலைக்குள் அடங்குமா. பசிய நீ தூண்டுற, வயசாய சீண்டுற. பொம்மலாட்டம் ஆடத்தான் நல்ல பொம்மை
கிடைச்சிருக்கே கிடைச்சிருக்கே ஜல்லிக்கட்டு ஆடத்தான் நல்ல காளை கிடைச்சிருக்கே கிடைச்சிருக்கே கொய்யாக்கா தோப்பு தேடி கூத்து போட வாடி ரோசாவே பல்லாக்கு போல என்ன தூக்கி போக வாங்க ராசாவே உன்னாலே தானே தள்ளாடுறேனே உள்ளூர நானே திண்டாடுறேனே பித்தாகி நானே மடி மேலே விழலாமா தாழமுள்ளு போல கண்ணீர் தீரும் கிறுக்காக வலியேறும் சுருக்காக வாழ கொல்ல ஏரிக்குள்ள வாடி அதுக்காக ஓ மாமா எதுக்காக கட்டி வச்ச மல்லியப்ப சுட்டு விடக்கூடும் தூர போவியா நீ கண்ணுக்குள்ள கட்டெரும்பு சிக்கிக்கிச்சு மானே ஊதவாரியா உன்னாலே தானே தள்ளாடுறேனே உள்ளூர நானே திண்டாடுறேனே பித்தாகி நானே மடி மேலே விழலாமா ഇന്നത്തെ എപ്പിസോഡിലെ ബാക്കി പെർഫോമൻസസ് ആസ്വദിക്കാം, പക്ഷേ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ദിസ് ഇസ് പ്രീമിയർ ജനുവരിലേത് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. കോറിയോഗ്രാഫ് കളക്കണം, കലക്കിയ ആ ടൈമിൽ ആണെ സർപ്രൈസ് ആയി. സെയിം ഡാൻസർ ഇത്ര ഒരു 2-3 സെക്കൻഡ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഡാൻസസ് വെരി ഗുഡ്. ശരൽക്കാല സന്ധ്യ കുളിത്തൂകി നിന്നു മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടിൽ അമൃതാവും മിസ് ചെയ്തു, നിങ്ങളും മിസ് ചെയ്തു. ടൈമിംഗ് ഇല്ല, എക്സ്പ്രഷൻ ഇല്ല, ഒരു ഗ്രേസ്നെസ് ഇല്ല. காற்றாகி கை கோர்த்து போவோமே முகிலாகி எங்கும் இங்கும் ஊஞ்சலாடுவா வாழ்வது சாத்தியமா இனிதிலே நடப்பது மந்திரமா என் பார்க்கும் காட்சிகள் കട്ട് സൗണ്ട്, കട്ട് സൗണ്ട്. ഹായ്, ഹായ്. പെർഫോമൻസ് കഴിഞ്ഞു. നമ്മളുടെ ശ്രീധർ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ട് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 ഗാനങ്ങൾ എടുത്തു, മിക്സ് ചെയ്ത് കളിച്ചു. പക്ഷേ കമൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശരിക്കും അതിൻ്റെ വിഷ്വൽസ് എന്തായിരുന്നൊന്ന് കണ്ടാലോ? അല്ലേ? ഷോ സ്ക്രീൻ. பொம்மலாட்டம் ஆடத்தான் நல்ல பொம்மை கிடைச்சிருக்கு ஜல்லிக்கட்டு ஆடத்தான் நல்ல காளை கிடைச்சிருக்கே சாவி கொடுத்தா பொம்மையும் நான் சொன்னதை செஞ்சிடுமா தண்ணி காட்டுனா காளையும் என் சேலைக்குள் அடங்குமா பசிய நீ தூண்டுற வயசாய சீண்டுற மனச கில்லாதடா அழகா கொல்லாதடா
நல்ல பொம்மை கிடைச்சிருக்கே கிடைச்சிருக்கே. ஜல்லிக்கட்டு ஆடத்தான் நல்ல காளை கிடைச்சிருக்கே கிடைச்சிருக்கே. മാസ്റ്റർ എങ്ങനെ അത് ഒരേ ഷോട്ടാ എങ്ങനെ ചെയ്ത ഉണ്മയിലെ അത് റോപ്പ് കട്ടിங்களா റോപ്പ് കട്ടി അസിസ്റ്റന്റ് இந்த സൈഡിൽ ഒരു അസിസ്റ്റന്റ് ഈ സൈഡിൽ ഒരു അസിസ്റ്റന്റ് ആ റോപ്പ് ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് വാവ് വെരി ക്രിയേറ്റീവ് അല്ലേ അത് പിന്നെ പറയാനുണ്ടോ അത് ഞാൻ തെളിയിച്ചിട്ടുള്ള കാര്യമാണത് കമൻസ് മാസ്റ്റർ ആര്യ നിർമ്മൽ നന്നായിട്ട് ചെയ്തു ആ ഓപ്പണിങ് വളരെ ഇഷ്ടമായി ഓപ്പണിങ് ആ റെഡ് കളർ സ്ക്രീനിലാണ് വന്ന് പപ്പറ്റ് ടൈപ്പിൽ ചെയ്തില്ല നന്നായിട്ടുണ്ട് കോറിയോഗ്രാഫ് കലക്കി ആ ടൈമിൽ ആണ് സർപ്രൈസ് ആയി സെയിം ഡാൻസർ ഇത്ര ഒരു 2-3 സെക്കൻഡ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഡാൻസസ് വെരി ഗുഡ് ആര്യ നിർമ്മൽ നന്നായിട്ട് ചെയ്തു താങ്ക് യു സർ ഓൾ പോസിറ്റീവ് കമന്റ്സ് താങ്ക് യു മാസ്റ്റർ ഇനി റോമി ജൂലിയറ്റ് ആര്യ നിർമ്മൽ സർ ആര്യ ഇൻ ദ മിഡിൽ കുറച്ച് എക്സ്പ്രഷൻസ് കമ്മിയായി ബോഡി ലാംഗ്വേജ് വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ആ ഫേസിലെ എക്സ്പ്രഷൻസ് കുറച്ച് കമ്മിയായി ആൻഡ് ഇൻഫാക്ട് ഇൻ ബിറ്റ്വീൻ ഈ രണ്ടുപേരും കൂടെ കുറച്ച് ക്ലംസി ആയിരുന്നു നിങ്ങളുടെ ഡാൻസ് മൂവ്മെൻറ്റ്സ് ഞാൻ ലാസ്റ്റ് പെർഫോമൻസിൽ എന്താണ് പറയുന്നത് ഈ ഡിസ്ഗൈസ് ഏതിൽ ഹെൽപ്പ് ഇല്ല നിങ്ങളുടെ എനർജി എങ്ങനെ ഉണ്ടാവണം ഞാൻ പറയതല്ലേ എവിടെ നിന്ന് വന്നു ഇത്ര എനർജി വെരി ഗുഡ് സ്റ്റാർട്ട് യെസ് ഇൻ ദി മിഡിൽ കുറച്ച് ക്ലംസി ആയിരുന്നു ബട്ട് അഗൈൻ എ വെരി ഗുഡ് ഫിനിഷ് നൈസ് ചേഞ്ച് ഓവേഴ്സ് ഇത് മിഡാസ് പെർഫോമൻസ് അല്ല പക്ഷേ 1 മാർക്ക് -9 on 10 താങ്ക് യു സർ താങ്ക് യു സോ മച്ച് റോമി ജൂലിയറ്റ് ലൈല മജ്നു ആര്യ നിർമ്മൽ നന്നായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു 2 കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത് ഒന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ മുതൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ഗ്രോത്ത് ഒരു ഗ്രാജുവലി വന്നിട്ടുള്ള ഒരു ചേഞ്ച് ഈ പാനലിൽ നിന്ന് കിട്ടുന്ന കറക്ഷൻസ് മനസ്സിലാക്കി മുമ്പോട്ട് നിങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെയാണ് ആൻഡ് കൊറിയോഗ്രാഫറുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു പാർട്ട് നല്ലൊരു ഗ്രൂപ്പിനെ തന്നു ഒരു ഐഡിയ ഉണ്ടായിരുന്നു ക്രിയേറ്റീവായിട്ട് ചെയ്തു സോങ്സ് സെലക്ട് ചെയ്തു നിങ്ങളെ വളരെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൊറിയോഗ്രാഫർ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു സാധാരണ നമ്മൾ എപ്പോഴും പറയുന്ന കറക്ഷൻസ് മറവിയുടെയാണ് ഇന്നെന്തായാലും ആ ഒരു പ്രശ്നം കുറേ പരിഹരിച്ചിട്ടുണ്ട് അധികം മറന്നിട്ടില്ല രണ്ടുപേരും ശാന്തന് പറഞ്ഞ പോലെ ഇടയിലുള്ള ഒരു ക്ലംസിനെസ് വന്നു അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഓവറോൾ പെർഫോമൻസ് നന്നായിരുന്നു ഗുഡ് വൺ ഇതേ ലെവലിൽ ഇനിയും ബെറ്ററായി വരും ഓക്കെ മാർക്സ് 9 9 on 10 again ഇനി മാസ്റ്ററിന്റെ മാർക്സ് കൂടെ വേണം അഖിലേഷിലെ കോറിയോഗ്രാഫർ എന്താണ് ഇവിടെ ആടി നിങ്ങൾ കളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു വിസില് ക്ലാപ്സ് യാറാണ് ഇങ്ങനെ നോക്കിയാൽ അഖിലേഷ് ഇങ്ങനെ കോറിയോഗ്രാഫ് ചെയ്തതാണ് അതാണ് ഒരു കണ്ടസ്റ്റന്റ് മേലെ കോറിയോഗ്രാഫ് എത്ര ഇഷ്ടമായിട്ട് ചെയ്ത് അത് എൻജോയ് ചെയ്യണല്ലേ അതാണ് നല്ല ഒരു കോറിയോഗ്രാഫർ കിട്ടി ഓക്കെ ഗുഡ് ലക്ക് മൈ മാർക്ക് 9 താങ്ക് യു സർ That makes a total of 27 on 30. Yay!
വെരി ഗുഡ്. അപ്പോൾ അടുത്ത പെർഫോമൻസിലേക്ക് കടക്കാം. പക്ഷേ അതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പോകും ഒരു ചെറിയ ബ്രേക്കിലേക്ക്. യു ആർ വാച്ചിങ് പ്രീമിയർ ജാനു ലത ലെറ്റ്സ് ഡാൻസ് സീസൺ 3. ദേവദാരു കൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. സോങ് നന്നായിരുന്നു. നിങ്ങളതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ പറയുന്നുണ്ട് ശങ്കർ മേനക ജോഡി എക്കാലത്തെയും പ്രണയ ജോഡികളാണ്. അങ്ങനെയുള്ള 2 പാട്ടെടുത്ത് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ പ്രണയം എവിടെ? Cut sound. ബ്രേക്കിന് മുമ്പ് നിങ്ങൾ ആസ്വദിച്ചത് നിർമ്മലിന്റെയും ആര്യയുടെയും പെർഫോമൻസ് ആണ്. ഇനി നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത് അഖിലിന്റെയും അമൃതയുടെയും പെർഫോമൻസ്. സ്വാഗതം ചെയ്യാം അവരെ. ഞങ്ങളിപ്പോൾ മലയാളം ലെജൻഡ്സ് റൗണ്ടിലാണ് ചെയ്യാൻ പോകുന്നത്. ചൂസ് ചെയ്തിരിക്കുന്ന നടൻ ശങ്കർ. മിക്സ് സോങ് ആണ്. നന്നായി പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. അഖിൽ ആൻഡ് അമൃത, നമ്മൾ 3 പേര് മഞ്ഞാസ്. പക്ഷെ ഇത് കളർ റൗണ്ട് അല്ലല്ലോ അല്ലേ? ഏതാണ് റൗണ്ട്? മലയാളം ലെജൻഡ്. ആരാണ് ലെജൻഡ്? ശങ്കർ സാർ. ആഹാ, കൊള്ളാലോ. അദ്ദേഹത്തിന്റെ ഏത് പാട്ട്? ശരത് കാലസന്ധ്യ. അയ്യോ, ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സോങ് ആണ്. ഇപ്പോഴും സ്റ്റേജിലൊക്കെ പാടാറുണ്ട് എല്ലാവരും ആ പാട്ട്. നല്ലൊരു പാട്ടാണ്. പഴയ ഒരു കോളേജ് ക്യാമ്പസ് ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ട്. ടീമുണ്ടോ? നിങ്ങൾ രണ്ടും തനിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യൂ. മറ്റൊന്നും ആലോചിക്കേണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശങ്കർ 80 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നായകനാണ്. നിഷ്കളങ്കമായ മുഖവും സ്വയസിദ്ധമായ അഭിനയശൈലിയും കൊണ്ട് മലയാള സിനിമയിൽ പടർന്നു പന്തലിച്ച ചോക്ലേറ്റ് നായകൻ. ശങ്കർ നായകനെങ്കിൽ ആരും നിസ്സംശയം പറയും നായിക മേനക തന്നെ. ശങ്കർ മേനക താരജോഡികൾ 80 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയുടെ പുതുവസന്തമായിരുന്നു. ഈ താരജോഡികൾ അനശ്വരമാക്കിയ ഒത്തിരി ഗാനരംഗങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നു. ശരൽക്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടിൽ. ജലദേവരെ അറിയാതെ നീ കരഞ്ഞില്ലേ, അതിനാൽ ഞാനോ നോക്കുന്നു. ഈ ഗാനം പാടാനിവിടെ എന്നിൽ ഹാദാഹം വന്നു വളർന്നു. കൺമണി എന്നിൽ വളർന്നിടും മന്മഥമോഹം അറിഞ്ഞുവോ? ഏകാന്തതയുടെ തേരിൽ പോയി പുളകം വിതച്ചിടാ, അകലെ പറന്നിടാ. അഴിമുഖ തിരകളും തിരിയുമായി വിളിക്കുന്നു നീ. ശരൽക്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ഹേ, ഞാൻ ഈ നിമിഷം രാവും മോദമായി നിനക്കായി മാത്രം പാടുന്നു ഞാൻ. നിനക്കായി മാത്രം പാടുന്നു ഞാൻ. നിനക്കായി മാത്രം പാടുന്നു ഞാൻ. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല.
മനസ്സിൻ താഴ്വരയിൽ മറക്കാനാവാത്ത ഒത്തിരി ഗാനരംഗങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഈ താരജോഡികൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്നു. എൻ മനസ്സിൻ താഴ്വരയിൽ പ്രീമിയർ ജാനുവരിയിലെ ലെറ്റ്സ് ഡാൻസ് സീസൺ 3-ൽ വീണ്ടും ഒരു ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക്. സോങ് നന്നായിരുന്നു. നിങ്ങളതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ പറയുന്നുണ്ട് ശങ്കർ മേനക ജോഡി എക്കാലത്തെയും പ്രണയ ജോഡികളാണ്. അങ്ങനെയുള്ള 2 പാട്ടെടുത്ത് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ പ്രണയം എവിടെ? ലെജൻസ് സോങ് എടുത്ത് എന്താ ചെയ്യാൻ പറഞ്ഞു? ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊറിയോഗ്രാഫി പറഞ്ഞു. ആ ചെയ്തായിരുന്നു, മിസ്സായിപ്പോയി. മനസ്സിലായില്ല. മ്യൂസിക് ആ കട്ട് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ബട്ട് കോറിയോഗ്രാഫി ഇത് തന്നെ. സോങ് കട്ട് ചെയ്ത് മാറിപ്പോയി, സ്റ്റെപ്പെല്ലാം മിസ്സായിപ്പോയി. ഇത് മുൻപുള്ള പെർഫോമൻസ് നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ പെർഫോമൻസ് നോക്കുമ്പോൾ ഞാൻ മുൻപ് തന്നെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാം മുട്ടാല് നീങ്ങളെല്ലാം അറിവാലി അല്ലേ? അഖിൽ ആൻഡ് അമൃത ചേച്ചി നന്ദി പറയുന്നു നല്ല 2 പാട്ടുകൾ എടുത്തതിന്. അതിനെങ്ങനെ കൊറിയോഗ്രാഫി ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെങ്ങനെ പെർഫോം ചെയ്തു, ഇതൊക്കെ ഇപ്പോൾ കേൾക്കാം. ലേല മജ്നു, നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ പെർഫോമൻസ്? സത്യം പറ, നിങ്ങൾ ഒരു നല്ല ഡാൻസേഴ്സ് നിങ്ങൾ 2 പേരല്ലേ. വെറുതെ നമ്മൾ പറയുന്നോടെ നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടായാൽ അത് ശരിയാവും. നല്ല സോങ്ങാണ്, സൂപ്പർ സോങ്. കൊറിയോഗ്രാഫി ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്പോട്ടിൽ ചെയ്യാനുള്ള രീതിയിലാണ് നിങ്ങളുടെ ഫസ്റ്റ് പോർഷൻ ഉണ്ടായിരുന്നു. അമൃതാവും മിസ് ചെയ്തു, നിങ്ങളും മിസ് ചെയ്തു. ടൈമിംഗ് ഇല്ല, എക്സ്പ്രഷൻ ഇല്ല, ഒരു ഗ്രേസ്നെസ് ഇല്ല. അമൃത എവിടെ പോയി? ഫുൾ ഹാർട്ടഡ് ആയിട്ട് നിങ്ങളുടെ ഈ പെർഫോമൻസ് ഉണ്ടായിട്ടില്ല. സോങ് മാത്രം നന്നായിട്ടുണ്ടായിരുന്നു, കൊറിയോഗ്രാഫി വാസ് നോട്ട് ടു ഗുഡ്. സെക്കൻഡ് സോങ് യെസ് ലിറ്റിൽ ബിറ്റ് കൊറിയോഗ്രാഫി പ്ലേസസ് അവിടെ നന്നായിട്ടുണ്ടായിരുന്നു. എൻഡ് ക്ലൈമാക്സ് ആ ഫീൽ ഒട്ടും ഫീലില്ല. 2 ആൾക്കാർക്കും ഒട്ടും ഫീലില്ല. സോങ് മാത്രം നല്ല സോങ്ങാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലേല മജ്നു. റോമിയോ ജൂലിയറ്റ്, സോങ് നന്നായിരുന്നു. നിങ്ങളതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ പറയുന്നുണ്ട് ശങ്കർ മേനക ജോഡി എക്കാലത്തെയും പ്രണയ ജോഡികളാണ്. അങ്ങനെയുള്ള 2 പാട്ടെടുത്ത് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ പ്രണയം എവിടെ? സ്റ്റെപ്പേ കുറവ്. ശരി, സ്റ്റെപ്പ് നിങ്ങൾ കുറച്ചുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളുടെ എക്സ്പ്രഷൻ എവിടെ? പ്രണയം അഭിനയിക്കാൻ ഈസി അല്ലേ? നിങ്ങൾ 2 പേരും നല്ല ജോഡികളാണ്. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം ഇങ്ങനെ ഇത്രയും നല്ലൊരു പാട്ട് നന്നായി കിടക്കുമ്പം അത്രയും നന്നായിട്ട് എക്സ്പ്രഷൻ കൊടുക്കണ്ടേ? എന്ത് പറ്റി? സോങ് കട്ട് ചെയ്ത് മാറിപ്പോയി. എപ്പം മാറിപ്പോയി? ഇന്നാണ് മിക്സ് ചെയ്തത്. ഇന്നാണ് അപ്പം ഇതിനെ കുറിച്ച് ഒരു ഇതിന് പ്രാക്ടീസ് ഒക്കെ മിക്സ് ചെയ്തത് മെമ്മറി കാർഡിലായിരുന്നു, മിസ്സായിപ്പോയി. ഏത് പാട്ടാ മാറിയത്? സെക്കൻഡ് വണ്ണോ? ഫസ്റ്റ് വൺ അല്ലേ? അത് മാറിപ്പോയെങ്കിൽ കൂടെ നിങ്ങൾ അതിൽ സ്റ്റെപ്സ് കുറവാണ്, എക്സ്പ്രഷൻ എന്താ തരാത്തത്? ഇപ്പൊ ഓക്കെ മാറിപ്പോയി എങ്കിലും അത് കാര്യമില്ല, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു 4 അല്ലെങ്കിൽ 3.5 മിനിറ്റ് ചെയ്തേ പറ്റൂ. സോങ് മിസ്സായതിന് അപ്സെറ്റ് ആയിട്ടിങ്ങ. ഇപ്പൊ മാർക്ക് മിസ്സായി പുറത്താവും, അപ്സെറ്റ് ആവില്ല. ഏതിലുണ്ട് அதை വെച്ചിട്ട് കറക്റ്റാ പറഞ്ഞു. ഇത് മിസ്സായി അത് മിസ്സായി അപ്സെറ്റ് ആയിന്നാൽ അപ്പോൾ നോ പോയിന്റ് ഡാൻസിങ് ഓൺ സ്റ്റേജ്. എൻ്റെ അമ്മയുടെ ഫസ്റ്റ് മലയാള സിനിമയിലെ ഫസ്റ്റ് ഹീറോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ആ സിനിമയിലെ എൻ്റെ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഇൻട്രൊഡ്യൂസ് ആയിരുന്നു. ആൻഡ് ആ സെയിം സിനിമയിൽ ലാലേട്ടൻ, നമ്മൾ സ്വന്തം ലാലേട്ടൻ വില്ലനാ ഇൻട്രൊഡ്യൂസ് ആയിരുന്നു. സോ 2 പേർക്ക് അത് ഫസ്റ്റ് സിനിമ. ആൻഡ് മേനക அவங்க கூட ஷீஸ் குட் ஃப்ரெண்ட்ஸ் வித் மை மதர். அண்ட் ஐ திங்க் இப்போ கூட மேனகா அவங்களோட மோள் கீர்த்தி இன்ட்ரடியூஸ் ஆயிருந்தோம் தமிழில். ஸோ ஐட் லைக் டு விஷ் ஆல் தம் ஆல் தி வெரி பெஸ்ட். താങ്ക് യു സോ മച്ച്. ശാന്തിനു ചീഫ് ചൂരി. ശ്രീധ മാസ്റ്റർ എന്ത് പറയുന്നു? അഖിൽ, അമൃത എന്തായി? പെൻഡ്രൈവറിൽ എന്താ മെമ്മറി കാർഡ് മിസ്സായ, സോങ് കട്ടായ, എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താ പ്രോബ്ലം?
സോങ് മുമ്പേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് മെമ്മറി കാർഡിലായിരുന്നു. ഓക്കെ. മെമ്മറി കാർഡ് മിസ്സായപ്പോൾ ഇപ്പോഴാണ് മിക്സ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പം മിക്സ് ലാപ്ടോപ്പിൽ ചെയ്ത ആ സെയിം മിക്സ് ആണ് ചെയ്യാൻ പോണത്. എന്തിനാ അതിലെന്തിനാ മിസ്സായി? അത് ഈ പ്രോബ്ലം കട്ട് ചെയ്തിട്ട് വന്നത്. കട്ട് ചെയ്തിട്ട് വന്നത്. ഓ, നീ പറഞ്ഞിട്ടില്ല കറക്റ്റായിട്ട്? കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. யாருண்ட மிஸ்டேக்கான? എൻ്റെ മിസ്റ്റേക്ക്. ഇപ്പോൾ എപ്പോഴുമേ ഇവിടെ വരുമ്പോൾ ഇവിടെ അല്ല എവിടെ വേണമെങ്കിലും ഷോ ചെയ്യുമ്പോൾ, എവിടെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോൾ ആ ഫൈനൽ ട്രാക്ക് മെമ്മറി കാർഡിൽ ഉണ്ടാവണം, പെൻ ഡ്രൈവിൽ ഉണ്ടാവണം, DVD ഉണ്ടാവണം, CD ഉണ്ടാവണം, നിൻ്റെ ഫോണിൽ ഉണ്ടാവണം. അതാണ് ഒരു പെർഫെക്റ്റ് ഡാൻസേഴ്സ്ക്ക് അത് കറക്റ്റായിട്ട് വേണം. മനസ്സിലായോ? എപ്പോഴാவது ഒരു പ്രോബ്ലം ഉണ്ടാവും, ആ സിസ്റ്റം പ്രോബ്ലം ഉണ്ടാവും, ഇമ്മീഡിയറ്റ് ആയിട്ട് പെൻ ഡ്രൈവിലുണ്ട്, അങ്ങനെ ഉണ്ടാവും. കെയർലെസ്. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്ത്? ഓക്കെ, ഏതോ കോറിയോഗ്രാഫി ചെയ്തതല്ല, മ്യൂസിക് വിട്ടേക്ക്. എത്ര ദിവസം? 3 2 3 ദിവസം. ഓ, 3 ദിവസം. 3 ദിവസം വെച്ചാൽ നന്നായിട്ടുണ്ട്. ബട്ട് പോയ പ്രാവശ്യം എന്താ പറഞ്ഞു? എല്ലാ കണ്ടസ്റ്റൻസിനെ വിളിച്ച് എങ്ങനെ ഉണ്ടാവണോ അവർ ലെജൻസ് സോങ് എടുത്ത് എന്താ ചെയ്യാൻ പറഞ്ഞു? ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊറിയോഗ്രാഫി ചെയ്തായിരുന്നു, മിസ്സായിപ്പോയി. മനസ്സിലായില്ല. മ്യൂസിക് ആ കട്ട് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ബട്ട് കോറിയോഗ്രാഫി ഇത് തന്നെ അല്ല. സോങ്ങേ വേറെ. സോങ് കട്ട് ചെയ്ത് മാറിപ്പോയി, സ്റ്റെപ്പെല്ലാം മിസ്സായിപ്പോയി. കോറിയോ അത് മെമ്മറി കാർഡിൽ വരുന്നത് ഡിഫറെൻറ്റ് കോറിയോ. ഓ, സോങ് എല്ലാം മാറിപ്പോയി കട്ട് ചെയ്തത്. ശരി, ഓക്കെ, നന്നായിട്ട് ചെയ്ത്. എൻ്റെ മാർക്ക് 5. താങ്ക് യു മാസ്റ്റർ. ലൈല മജ്നു മാർക്സ് 6. റോമിയോ ജൂലിയറ്റ് 6 and 5 17 on 30. വേറെ ഒന്നുമല്ല, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റീസൺസ് പറയാനുള്ള സ്റ്റേജ് അല്ല, നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ ഡാൻസിലൂടെ കാണിക്കാനുള്ള ഒരു സ്റ്റേജാണ്. റീസൺസ് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത് ലെവൽ 3 ആണ്. ആദ്യമേ നമ്മൾ പറഞ്ഞു ജഡ്ജസ് സ്ട്രിക്റ്റ് ആയിരിക്കും. 17 ആണ്. ലെറ്റ്സ് സീ, ഇനിയും റൗണ്ട്സ് ഉണ്ടല്ലോ. അഖിൽ ആൻഡ് അമൃത, നോ പ്ലേസ് ഫോർ എക്സ്ക്യൂസസ്. നിങ്ങൾ കണ്ടല്ലേ ആര്യ ആൻഡ് നിർമ്മൽ? ഇൻഫാക്ട് ഫസ്റ്റ് റൗണ്ട് ആൻഡ് സെക്കൻഡ് റൗണ്ടിൽ വളരെ വീക്കാണ് കണ്ടസ്റ്റൻസ്. യു സീൻ ദ ഗ്രോത്ത് നൗ. അത്ര ഇംപ്രൂവ്മെൻറ്റ് അങ്ങനെ ഉണ്ടാവണം. ഇഫ് യു വാണ്ട് ടു ഗോ ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, യു ഹാവ് ടു ഇംപ്രൂവ്. യു ഹാവ് ടു ബി കെയർഫുൾ, കനോട്ട് ബി കെയർലെസ്. ഇഫ് യു വാണ്ട് ടു വിൻ, യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. Without hard work, you're not crossing the stage. നോക്കാം. ഒരു റൗണ്ട് കൂടെ ബാക്കിയുണ്ട് ഇന്നത്തെ എപ്പിസോഡ്. പക്ഷേ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. യു ആർ വാച്ചിങ് പ്രീമിയർ ജെന്യുइन ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. Cut sound. Pa, Jijo. Cut sound. എല്ലാം നോക്കാൻ കൂടെ ഒക്കില്ല. ചെയ്യാതെ പ്ലീസ്. ഇത് മുൻപുള്ള പെർഫോമൻസ് നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തോ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ പെർഫോമൻസ് നോക്കുമ്പോൾ ഞാൻ മുൻപ് തന്നെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാം മുട്ടാല് നീങ്ങളെല്ലാം അറിവാലി അല്ലേ? ഡെഫിനറ്റ് അന്നൂറ് റൗണ്ട് ഈ റൗണ്ടേ നോക്കാൻ പാടില്ല അല്ല, വളരെ മോശമായിട്ട് ചെയ്ത്. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ജെന്യുइन ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. ഇൻടു ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ഓഫ് ടുഡേസ് എപ്പിസോഡ്. പെർഫോം ചെയ്യാൻ ഞാൻ സ്വാഗതം ചെയ്യട്ടെ ശരത്തിനെയും ആര്യയെയും. കളർ റൗണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. സ്കൈ ബ്ലൂ ആണ് ഞങ്ങളുടെ കളർ. ഞങ്ങൾ നന്നോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. ശരത്, ആര്യ, കളേഴ്സ് റൗണ്ടാണ്. ഇപ്പോൾ ഏതാണ് നിങ്ങളുടെ കളർ എന്ന് മനസ്സിലാവുന്നില്ല. ബിക്കോസ്
ആര്യയുടെ സ്കൈ ബ്ലൂ ആണ്. സ്കൈ ബ്ലൂ ആണോ നിങ്ങളുടെ കളർ? പക്ഷെ ശരത്തിന്റെ ഡ്രസ് ഇസ് ഡിഫറെന്റ്, സഫായ ബ്ലൂ. എന്താണ് അങ്ങനെ? കളർ റൗണ്ട് എന്ന് പറയുമ്പോൾ കളറിനാണ് ഇമ്പോർട്ടന്റ്. ഡാൻസ് നോക്കാം, പിന്നെ സംസാരിക്കാം അതിനെ കുറിച്ച്. എവരിബഡി അഗ്രി? പ്രാക്ടീസ് ചെയ്താ എത്ര ദിവസം? ഒരു ദിവസമാ അല്ല 2 hours-ആ അല്ല 3 hours-ആ? എന്ത് ചോദിച്ചാലും ഇതാണ് ഇവരുടെ അവസ്ഥ. ഒരു ദിവസം അല്ലേ? ശരി, ഓക്കെ. കാസ്റ്റ്യൂംസ് കളർ വേണോ, ആ കാസ്റ്റ്യൂംസ് മിസ്സായി, കുഴപ്പമില്ല, പെർഫോമൻസ് നോക്കാം. ഓക്കെ, ജാലിയായിട്ട് ചെയ്യും. ശരത് ആര്യ. സോ അതാണ് നമ്മുടെ പാനലിന്റെ ഡിസിഷൻ. എബവ് ഓൾ ഞങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ഡാൻസ് ആണ്. ഓക്കെ, ഇത് എല്ലായിടത്തും ഒരു പക്ഷേ നടക്കില്ല, പക്ഷെ ഇവിടെ നടക്കും. ബിക്കോസ് വി റെസ്പെക്ട് യുവർ പെർഫോമൻസ്. ദാറ്റ്സ് ഇറ്റ്. നന്നായിട്ട് ചെയ്യും, നന്നായിട്ട് ചെയ്യൂ. കിട്ടിയ അവസരം മുതലെടുക്കണം. ഓൾ ദി വെരി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. താങ്ക് യു. மழையே நனைகிறேன் உயிரே, என் நெஞ்சில் வந்து தங்கி சாரல் அடித்தாய், என்னாகும் உயிரே உயிரே, என் கண்ணில் வந்து நின்று என்னை பறித்தாய், என்னாகும் உயிரே உயிரே. இரவில் வந்தது சந்திரனா, என் அழகே வந்தது உன்முகம்தான், வெண்ணிலவோ வாழ்ந்ததும் தேந்திடுமே, உன் அழகோ தேந்திடாத வெண்ணிலா. பகலில் இருப்பது சூரியனா, என் அழகே உன்னிரு பார்வைகள் தான், உன்னிமைகள் போரிடும் ஆயுதம் தான், என் உயிரே என்னை என்ன செய்கிறாய்? மழையே மனம் உன்னாலே பூ பூக்குதே, வானில் போகும் பறவைகளாய் நீயும் நானும் பிரிந்திடலாம், உலகையே மறக்கலாம். வேறு வேறு விண்வெளியில் மாறி மாறி திரிந்திடலாம், பறக்கலாம் மிதக்கலாம், காற்றாகி கை கோர்த்து போவோமே, முகிலாகி எங்கும் இங்கும் ஊஞ்சலாடுவோம். வாழ்வது சாத்தியமா, இனிதிலே நடப்பது மந்திரமா, கண் பார்க்கும் காட்சிகள் കട്ട് സൗണ്ട്, കട്ട് സൗണ്ട്, കട്ട് സൗണ്ട്. അപ്പാ ജിജോ, കട്ട് സൗണ്ട്. എല്ലാം നോക്കാൻ കൂടെ നോക്കില്ല, ചെയ്യാതെ പ്ലീസ്. സി നമ്മളുടെ പാനൽ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ജോലി ഇല്ലാതെ ഇവിടെ വന്നിരിക്കുന്നതല്ല. സരയു, ശ്രുതി, ശാന്തനു, അരവിന്ദ്, നമ്മുടെ മാസ്റ്റർ എല്ലാവരും വളരെ ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അവർ അത്രയും കാര്യങ്ങൾ അവിടെ വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇത് കാണാനാണോ? നമ്മൾക്കൊരു ഒരു ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഇല്ലേ? സോഫ ഞാൻ പല എപ്പിസോഡിലും കണ്ടസ്റ്റൻസിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് ഐ എം ടോട്ടലി ഹെൽപ്ലെസ്. ഐ എം വെരി സോറി. വാട്ട് എവർ ദ ഡിസിഷൻ ഇസ്, നിങ്ങൾക്ക് പറയാം. ഇല്ല, എന്താ ചെയ്യാൻ അറിയില്ല. ആര്യ, ശരത് വൈൽഡ് കാർഡിലെ എൻട്രി വന്നു. അത് ചാൻസേ അത്ര കഷ്ടപ്പെട്ട് വന്നില്ല. ഇത്ര കഷ്ടപ്പെട്ട് ഈ ലെവലിൽ വന്ന് പ്രാക്ടീസേ ചെയ്തിട്ടില്ലാമ ചെയ്തു. അല്ല, ഇപ്പം ഞങ്ങൾ സംസാരിച്ച സമയത്ത് കാസ്റ്റ്യൂംസ് ഓക്കെ എല്ലാം വിട്ടേക്കെന്ന് പറഞ്ഞു.
ബട്ട് പ്രാക്ടീസേ ഇല്ല, സ്റ്റേജ് ഇല്ല. ഇത് ശരത്തിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഈ ഒരു സ്റ്റേജിലേക്ക് ഈ ഒരു ലെവലിൽ വന്നപ്പോൾ മുതൽ പ്രാക്ടീസിന് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഈവൻ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു റൗണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ ഇവിടെ വന്നിരിക്കുകയായിരുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ബിഗിനിങ്ങിലെ ഈ പ്രശ്നം ഉണ്ടല്ല. ബിഗിനിങ്ങിലെ വൈൽഡ് കാർഡിലെ എൻട്രി വരുമ്പോൾ ഇതില്ലല്ലോ, നന്നായിട്ട് ചെയ്തില്ലോ. അപ്പം പ്രാക്ടീസൊക്കെ നന്നായി ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ മാത്രമല്ല, ഇവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ അമ്മമാർ വരെ മാറി മാറി വിളിച്ചിട്ടും ശരത്തണ്ണ എടുത്തില്ല. അന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. എന്താ ചരത്ത്? ഞാൻ എടുത്തായിരുന്നു, ഫോൺ എടുത്തായിരുന്നു. ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും ചോദിച്ചാൽ പറഞ്ഞുതരും. പ്രാക്ടീസേ വന്നിട്ടില്ല പറയുന്നത്. റീസൺസ് വേണ്ടല്ലോ. സോറി മാസ്റ്റർ, സ്മോൾ തിങ്. പെയറായിട്ടാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത്, പെയറായിട്ടാണ് വിൻ ചെയ്യാൻ പോകുന്നു 6 വന്നാലും. ഓക്കെ, സോളോ പെർഫോമൻസ് സ്റ്റേജ് ഇല്ല. സോ ഒരു പെയർ ഒരാൾ അടിപെട്ടാലും ശരി ഇന്നൊരു ആൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. മനസ്സിലായോ? ഇതന്നെ റൂൾസ് ഓഫ് ദ ഷോ ഇസ് പെയർ, നോട്ട് സിംഗിൾ പേഴ്സൺ. സോ സിംഗിൾ പ്രോബ്ലം, സംബഡി ഹാസ് എ പ്രോബ്ലം. അവരുടെ പെയറുടെ പ്രോബ്ലം മീൻസ് അവരുടെ പ്രോബ്ലമാണ്, അത് നമ്മളുടെ പ്രോബ്ലം ഇല്ല. പക്ഷേ യു കെയിം ഹിയർ ഓൺലി ഫോർ ഡാൻസ്. നിങ്ങൾ കാണിക്കുന്നത് ഡാൻസാണ്. ആ ഡാൻസ് മാത്രമാണ് ഞങ്ങൾ നോക്കാൻ വന്നത്. നിങ്ങൾ കാണിച്ചത് ഒരു വേസ്റ്റ് ഡാൻസാണ്. ഇത് മുൻപുള്ള പെർഫോമൻസ് നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തോ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ പെർഫോമൻസ് നോക്കുമ്പോൾ ഞാൻ മുൻപ് തന്നെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാം മുട്ടാല്, നീങ്ങളെല്ലാം അറിവാലി അല്ലേ? ആര്യ ഒരു നല്ല ഡാൻസറാണ്. അതാണ് വൈൽഡ് കാർഡിലെ എൻട്രി വന്ന് എല്ലാ സ്റ്റേജിലും നന്നായിട്ട് ചെയ്തു. അല്ല, കണ്ടിന്യൂ ചെയ്യാൻ ഒക്കില്ല. ഡെഫിനറ്റ് അന്നൂറ് റൗണ്ട് ഈ റൗണ്ടേ നോക്കാൻ പാടില്ല. അല്ല, വളരെ മോശമായിട്ട് ചെയ്ത്. ഇല്ല, കണ്ടിന്യൂ ചെയ്യാൻ ഒക്കില്ല. ഐ എം വെരി സോറി. എനിത്തിങ് റോമിയോ ജൂലിയറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓ ജസ്റ്റ് ഇല്ല, മാസ്റ്ററിന്റെ ഡിസിഷൻ. വി ഓൾ ഗോ വിത്ത് ദാറ്റ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ. ഇല്ല, ഇപ്പോൾ മാസ്റ്റർ എന്താണ് മാസ്റ്റർ ഡിസിഷൻ? എലിമിനേഷൻ എന്താണ്? ഡയറക്റ്റ് എലിമിനേഷൻ. Eliminate. You both are eliminated. Sorry to say, what the performance you showed, adinne you are eliminated. See, പിന്നെയും പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ നമ്മുടെ മാസ്റ്ററൊക്കെ എത്രയോ സൂപ്പർ സ്റ്റാർസിന് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള എത്രയോ അദ്ദേഹത്തിൻ്റെ ഹിറ്റ്സിൻ്റെ റൗണ്ടിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ അതിൻ്റെ വിഷ്വൽസ് കണ്ടല്ലോ. അത്രയും ഒക്കെ ഉള്ള ഒരാൾ ഇവിടെ മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ കളിക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിൽ കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഇങ്ങനെ കാണിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. സോ ദ ഡെസിഷൻ ഇസ് ഫൈനൽ. പ്രീമിയർ ജാനുവരിയിലെ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 ഇനി ഈ പെയർ കണ്ടിന്യൂ ചെയ്യില്ല. വൈൽഡ് കാർഡായിരുന്നു. വല്ലാത്തൊരു പോക്കാണ് നിങ്ങൾ പോകുന്നത്. പ്രീമിയർ ജാനുവരിയിലെ ദി ബെസ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി ഡേ. ഒബ്വിയസ്ലി ഒരു കണ്ടസ്റ്റൻസ് ഓൾറെഡി എലിമിനേറ്റഡ് ആയി. ഇനിയുള്ളത് ഇവർ രണ്ടുപേരുമാണ്. അതിൽ ആർക്കാണെന്നുള്ളത് പറഞ്ഞോളൂ. ആര്യ നിർമ്മൽ. சாவி கொடுத்தா பொம்மையும் நான் சொன்னதை செஞ்சிடுமா. தண்ணி காட்டுன காளையும் என் சேலைக்குள் அடங்குமா. അൺഡൗട്ടഡ്ലി കൺഗ്രാറ്റുലേഷൻസ് ആര്യ നിർമ്മൽ. നിങ്ങളുടെ വളരെ നല്ലതായിരുന്നു. പക്ഷേ ബാക്കി നിങ്ങൾക്കും ഒരു വാർണിംഗ് സോണാണിപ്പോൾ. ഓൾറെഡി ഒരു കണ്ടസ്റ്റൻസ് പോയും കഴിഞ്ഞു. ഇനി ഈ ഒരു അവാർഡ് ദാനം. അരവിന്ദ്, if you could please join me on stage. ഇവർക്ക് ഇത്രയും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഡെഫിനറ്റ്ലി ഇവരെ കൊറിയോഗ്രാഫറാണ്. സോ അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് തോന്നുന്നു. അഖിലേഷ് മാസ്റ്റർ, പ്ലീസ് ജോയിൻ us on stage. കൺഗ്രാറ്റുലേഷൻസ്. ഇവർക്ക് 5 ഗ്രേസ് മാർക്സ് ഉണ്ട്. പ്ലസ് ലഭിക്കുന്നത് പ്രീമിയർ ഫുട്വെയർ സ്പോൺസർ ചെയ്യുന്ന 2 പ്രീമിയം ലെതർ ഫുട്വെയർസ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കണ്ടസ്റ്റൻസ് ഓൾറെഡി എലിമിനേഷന് മുമ്പേ എലിമിനേറ്റഡ് ആയി. മറ്റുള്ളവരുമായി നമ്മൾ തുടരും ഇന്നല്ല അടുത്ത എപ്പിസോഡിൽ. അതിനായി കാത്തിരിക്കുക.
So as of now, ഞങ്ങൾ പറയുന്നു a big goodbye to all of you. This is Premier Genuine Leather. Let's Dance Season 3. താമരനൂലിനാൽ മെല്ലെ എൻ മേനിൽ തൊട്ടു വിളിക്കൂ താഴിട്ടു പോട്ടുമെൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ എന്റെ മാറോടു ചേർന്നൊരു പാട്ടുമോളും മണിവിരലിനാൽ താളമിടൂ മെല്ലെ മെല്ലെ എന്നെ നീ ഉറക്കൂ താമരനൂലിനാൽ മെല്ലെ എൻ മേനിൽ തൊട്ടു വിളിക്കൂ. ഓൾറെഡി ഒരു കപ്പിൾ ഇത് ഒടിച്ചോളി. ജഡ്ജ് ആവുമെന്നാണ് ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നും ഒരു ജോഡി ഡെഫിനറ്റ് ആയിട്ട്. സൂപ്പർ. എന്താ ആയ കുഴപ്പമാണോ സാറിയോ? ദിസ് ഈസ് ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എങ്ങനെ ഉണ്ടാവണം, നിങ്ങളുടെ എല്ലാ പെർഫോമൻസും എങ്ങനെ ഉണ്ടാവണം. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന നല്ല എനർജി ലെവലാണ്. ഫിനിഷിങ് ചെയ്യുന്നില്ല, ഏത് മൂമെന്റ് ഫിനിഷ് ചെയ്യില്ല. അയ്യോ ഇത് മിസ്സായി പോലെ അത് മിസ്സാവണം, അത് മിസ്സായി പോലെ ഇത് മിസ്സാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഉണ്ടാണ് നല്ല എനർജി ലെവൽ, നല്ല ഇതാണ് നിങ്ങളുടെ എന്ത് പറയാം എക്സ്പ്രഷൻ ആവട്ടെ, ഫീൽ ആവട്ടെ. എല്ലാവരുടെയും ഈ സമയത്ത് തന്നെ ഏർലിയർ പെർഫോമൻസോടെ ഈ പെർഫോമൻസ് വാസ് ഫാർ ഫാർ ബെറ്റർ. കണ്ണുകൾ രണ്ടും സ്ട്രോബെറി കേക്ക കണ്ണുങ്ങൾ രണ്ടും സ്ട്രോബെറി കേക്ക സന സന ഓ സന നീ ശ്വാസം കൊണ്ടേ മോന കന കന നീ താന കണ്ടാടും കണ്ടൽ നാന ഫിലിം കാട്ടിയേ ഫീലിംഗ് ചേത്താതെ അനൽ മുട്ടിയെ തനൽ കൊട്ടിയെ സുട്ടു പൊസുക്കാതെ. ഈ പ്രാവശ്യം അഭിഷേക് നന്നായിട്ട് ചെയ്തു. ധൻഷിര ക്ലിയർ ഇല്ല മൂവ്മെന്റിൽ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ലൈറ്റായിട്ട് കളിച്ചു. ഒരു എനർജി മിസ്സിങ്, സ്റ്റൈലും ഉണ്ടായിരുന്നു. പക്ഷെ അഭിഷേക് നന്നായിട്ട് ചെയ്തു. ആ ഈക്വൽ ഇല്ല. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാടു പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. ഞങ്ങളെന്നെ വിഡ്ഢികളാണ്. എന്താ ചെയ്തേ? ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഇത് തമാശ കളിക്കാനുള്ള ഒരു വേദിയല്ല. അത് ജിനുവിന് അറിയാലോ. ഇല്ല ജിനു, ദിസ് ഇസ് നോട്ട് റൈറ്റ്. ജിനു ഈ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യാൻ ഒക്കെയുള്ള യു ആർ എലിമിനേഷൻ.